ഹായ് മക്കളെ, IUQM എക്സാംസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് തൊട്ടിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആൾജിബ്ര, നമ്പർ തിയറി, ജോമെട്രി, കോമ്പിനറ്റോറിക്സ് അങ്ങനെ എല്ലാ കോർ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് എ ഈക്വൽ ടു എൻ്റെ എ എന്താണെന്ന് തന്നിട്ടുണ്ട്, ബി എന്താണെന്ന് തന്നിട്ടുണ്ട്, സി എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എ ബി മൈനസ് സി എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ചെയ്യാം, എ ബി മൈനസ് സി ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. എ ബി മൈനസ് സി, എക്ക് പകരം ഇയാളെ കൊടുക്കാം, ബിക്ക് പകരം ഇയാളെ കൊടുക്കാം, സിക്ക് പകരം ഇയാളെ കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടുമോ? കിട്ടും, ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. പക്ഷേ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ ഇട്ടൊരാൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വേറൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എ ബി മൈനസ് സി എന്ന് പറയുമ്പോൾ എയും ബിയും സിയും തമ്മിലുള്ളൊരു കണക്ഷനാണ്, അല്ലെങ്കിൽ റിലേഷനാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, എ ബി സി. അപ്പം ഈ എയും ബിയും സിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ആദ്യം വേണ്ടത് ആ ക്വസ്റ്റ്യനിലേക്ക് നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം എയിലേക്ക് നോക്കി, ബിയിലേക്ക് നോക്കി, സിയിലേക്ക് നോക്കി. അപ്പം ഞാൻ അതിലേക്ക് ആദ്യം കണ്ടൊരു സംഭവം, ഇവിടെ സിയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എയും ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഈ എയും ബിയും തമ്മിലൊരു കണക്ഷൻ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരു കണക്ഷൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ സിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെറ്റ് ഉണ്ട്. ഇത് എവിടെയും ഉണ്ട്, മുകളിലും ഉണ്ട്. എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെറ്റ് ഒരു കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സീനെ എയും ആയിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു വൈ ഉണ്ട് അവിടെ, അല്ലേ? അതേപോലെ വൈ ബൈ സെറ്റ് പ്ലസ് സെറ്റ് ബൈ സെറ്റ് അതും ഇവിടെ ഉണ്ടല്ലോ. അതേപോലെ സെഡ് ബൈ എക്സ് പ്ലസ് എക്സ് ബൈ വൈ, സെഡ് ബൈ വൈ ഇവിടെ അതുണ്ടോ? സെഡ് ബൈ എക്സ് പ്ലസ് എക്സ് ബൈ വൈ, സെഡ് ബൈ എക്സും എക്സ് ബൈ വൈയും അതും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ആ സിയും എയും ആയിട്ട് ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കണം, സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ, എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെറ്റ് ആണ്. ഞാൻ ഈ എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെറ്റിൻ്റെ പകരം എന്ത് കൊടുക്കുകയാണ്? അതായത് നമുക്ക് അറിയുന്ന കാര്യം, മക്കളെ ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെഡ് പ്ലസ് സെഡ് ബൈ എക്സ് ആണ്, അല്ലേ? അപ്പോൾ ഈ സെഡ് ബൈ എക്സ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എന്ത് വരികടാ? എ മൈനസ് സെഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെഡ് എന്ന് എഴുതാൻ പറ്റും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇയാൾക്ക് പകരം എന്ത് ചെയ്തു? എ മൈനസ് ഇസഡ് ബൈ എക്സ് എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഓരോ ആൾക്കാരെയും ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും. ഈ വൈ ബൈ സെഡ് പ്ലസ് സെഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ വൈ ബൈ സെഡ് പ്ലസ് സെഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ എക്സ് ബൈ വൈ ഇങ്ങോട്ടേക്ക് പോകുമെന്ന് ആലോചിക്കുക. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ടാണ് വരിക? മൈനസ് ആയിട്ടാണ് വരിക. അപ്പം എന്തായിട്ടാണ് വരിക? എ മൈനസ് എക്സ് ബൈ വൈ അങ്ങനെ വരും. ഇനി അടുത്ത നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഈ ഇസഡ് ബൈ എക്സ് പ്ലസ് എക്സ് ബൈ വൈ, ഇസഡ് ബൈ എക്സിനും എടുത്തു, എക്സ് ബൈ വൈനും എടുത്തു. അപ്പം ബാക്കി ഇയാൾ വൈ ബൈ സെഡ് ഇങ്ങോട്ടേക്കാണ് പോവുക. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ വരിക? എ മൈനസ് വൈ ബൈ സെഡ്. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മളിത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് എളുപ്പമായിട്ടില്ലല്ലോ. ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനുണ്ടാവുമല്ലോ എന്നുള്ളൊരു സംശയം ചിലപ്പം വരാം. പക്ഷെ ആ എക്സ്പാൻഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. ഒരു വേറ്റ എക്സ്പാൻഷൻ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, അറിയാത്ത ആൾക്കാരാണെങ്കിൽ നോട്ട് ചെയ്യാം. അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി ആണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാനൊരു വഴി ഉണ്ട്. ഈ മെത്തേഡ് മനസ്സിലാക്കിയിരിക്കുക. ഇതിപ്പോൾ എക്സ് മൈനസ് സി അല്ല, ഇതിപ്പോൾ എക്സ് മൈനസ് ഡി ഉണ്ടെങ്കിലും എക്സ് മൈനസ് ഇ ഉണ്ടെങ്കിലും ഒക്കെ ഈ മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ വരികയാണെങ്കിൽ 3 ഡിഗ്രി 3 ആൾക്കാരുള്ളതാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ആൾക്കാരുണ്ടെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇത്ര നോക്കിയാൽ മതി. ആദ്യം എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഇത് അടുത്ത പേജിലേക്ക് എഴുതാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതാം എക്സ് ക്യൂബ് എന്ന് എഴുതാം, എന്നിട്ട് മൈനസ്. ഓക്കെ, ഇത് ഈ ഒരു ഫോർമുലയുടെ പ്രത്യേകതയാണ്, പ്ലസ് മൈനസ് ആ രീതിയിലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് വന്നിട്ട് എന്തായിരിക്കും വരിക? എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ്, ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് എക്സ്പാൻഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇത് കിട്ടുന്നത്. പക്ഷെ അതൊക്കെ ലെങ്തി പ്രോസസ്സാണ്, അല്ലേ? വളരെ ലെങ്തിയാണ്. അപ്പോൾ അതില്ലാതെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാനാണ് ഈ ഫോർമുല പഠിക്കുന്നത്. മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. പിന്നെ അത് കൂടാതെ എന്ത് വരും? പ്ലസ് എന്താ വരിക? എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇൻറ്റു എക്സ് മൈനസ് എ ബി സി എന്ന് വരും. ഇതിലൊരു ലോജിക് ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ. ഇവിടെ
ആദ്യം സൈനിൻ്റെ കാര്യത്തിൽ സംശയമില്ല, പ്ലസ് മൈനസ് ആ രീതിയിലാണ് പോകുന്നത്. വേറൊരു കാര്യങ്ങളുണ്ട്, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ്, പിന്നെ എക്സ് ഇല്ല, അതൊരു ലോജിക്ക്. പിന്നെ വേറെ അടുത്ത ലോജിക്ക്, അതാണ് പ്രധാനപ്പെട്ട സാധനം. ഇവിടെ നമ്മൾ 3 ആൾക്കാരാണ് ഉള്ളത് എ ബി സി. ആ എ ബി സി ഉണ്ടാകുമ്പോൾ ഒരു തവണ, അതായത് ഒരാളെ സെലക്ട് ചെയ്യുന്നത്, എ ബി സി ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ എത്ര ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്? ആ 3 ആൾക്കാരിൽ രണ്ടാളെ സെലക്ട് ചെയ്യുന്നത്, 2 ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എ ബി ബി സി സി 2 ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇവിടെ 3 ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അത് ഫോർമുല ബൈ ഹാർട്ട് പഠിക്കാതെ വേണമെങ്കിൽ, ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർമുല എങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. എക്സ് ക്യൂബ് മൈനസ്, ഇതിപ്പോൾ 4 ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? എ ബി സി ഡി എന്നുള്ള 4 ആൾക്കാരുണ്ട്, അതായത് എക്സ് മൈനസ് സി മാത്രമല്ല എക്സ് മൈനസ് ഡിയും കൂടി ഉണ്ടെന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്താ വരിക? എക്സ് റൈസ് ടു 4 മൈനസ് എ പ്ലസ് ബി പ്ലസ് സി മാത്രമല്ല ഉണ്ടാവുക, അവിടെ 4 ആൾക്കാരും സെലക്ട് ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇൻറ്റു എക്സ് റൈസ് ടു 4 അല്ല എക്സ് റൈസ് ടു 3 വരും. ഓക്കെ, ഇനി അടുത്ത എന്താ വരിക? പ്ലസ്, ആദ്യം നമ്മൾ ഒരാളെ ഗ്രൂപ്പ് ഉണ്ടാക്കി, എ ബി സി ഡി ഉണ്ടാവും, എ ബി സി ഡി. നമ്മൾ എന്ത് ചെയ്യും? 2 ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇത് കുറച്ച് എഴുതാനുണ്ടാവും, എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി, അങ്ങനെ 6 ആൾക്കാരെ ശരിക്കും അവിടെ എഴുതാനുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? വേറ്റ ടൈപ്പ് എക്സ്പാൻഷൻ എന്ന് പറയും. നമ്മൾ ഈ ഒരു ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് മാത്രം പറയുന്നുള്ളൂ. എക്സ് ക്യൂബ് മൈനസ് എ പ്ലസ് ബി പ്ലസ് സി എക്സ് സ്ക്വയർ, എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇൻറ്റു എക്സ് മൈനസ് എ ബി സി എന്നുള്ള രീതിയിൽ വരും. നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മതി, 4th ഡിഗ്രിയിലേക്ക് ഇപ്പം പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതേ ലോജിക്ക് ഉപയോഗിച്ചിട്ടേ മക്കൾ എന്ത് പറഞ്ഞേ, ഇതെന്തായിരിക്കും വരിക? എ മൈനസ്, നമുക്ക് വന്നിട്ടുള്ളത് എ മൈനസ് എക്സ് ബൈ വൈ, സെറ്റ് ബൈ എക്സ്. ഓക്കെ, സെറ്റ് ബൈ എക്സ് ഉണ്ട്, എക്സ് ബൈ വൈ ഉണ്ട്, വൈ ബൈ സെറ്റും ഉണ്ട് അല്ലേ. ഞാൻ ഓർഡറിൽ തന്നെ എഴുതാം. സെറ്റ് ബൈ വൈ ഉണ്ട്, എ മൈനസ് എക്സ് ബൈ വൈ ഉണ്ട്, എന്താ ഉള്ളത്? എ മൈനസ് വൈ ബൈ സെറ്റ്. ഓക്കെ, ഇവിടെ എക്സ് അല്ലേ. ഓക്കെ, ബുദ്ധിമുട്ടില്ല. എക്സ് സെറ്റ് ബൈ എക്സ്, എക്സ് ബൈ വൈ, പിന്നെ മൈനസ് വൈ ബൈ സെറ്റ്. ഇനി ഈ ഒരു ഫോർമുല ബേസ് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഇത് ഈസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ്, അതായത് ഇവിടെ പറഞ്ഞ സമയത്ത് ഇയാൾ അതാണ് ഇവിടെ ആഡ് ചെയ്ത്, ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇയാളെയും ഈ 3 ആളെയും ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? സെഡ് ബൈ എക്സ് പ്ലസ് എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെറ്റ്. അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് ഓർഡറാക്കി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ? എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെറ്റ് പ്ലസ് സെഡ് ബൈ എക്സ് എന്നുള്ള രീതിയിൽ എഴുതി കൂടെ? എഴുതാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. എ സ്ക്വയർ പ്ലസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കണം, ഇവിടെ 2 ആൾക്കാരെ ടീം സെലക്ട് ചെയ്യാണ്, 2 ആൾക്കാരെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക്, അതായത് ഇയാളെയും സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം ഇയാളെയും സെലക്ട് ചെയ്തു, പിന്നെ കഴിഞ്ഞ ശേഷം ഇയാളെയും സെലക്ട് ചെയ്തു, കണ്ടോ? സി എ. അങ്ങനെ 2 ആൾക്കാരുടെ ടീമായിട്ട് അവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇസഡ് ബൈ എക്സിനും എക്സ് ബൈ വൈനും സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇസഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ. നല്ല അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ എക്സും മൈൻഡിൽ തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം, വേറെ കാര്യം. ഇനി അടുത്ത് പ്ലസ് ബി സി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ബി സി എന്ന് പറയുമ്പോൾ ഇതാ ഇയാളെയും സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? എക്സ് ബൈ വൈ ഇൻറ്റു വൈ ബൈ ഇസഡ് വരും, പ്ലസ് ആരും കൂടി ഉണ്ടാവും, ഇയാളും ഉണ്ടാവും. അപ്പോൾ സെഡ് ബൈ എക്സ് ഇൻറ്റു ഇസഡ് ബൈ എക്സ് ഇൻറ്റു എന്ത് വരും? വൈ ബൈ ഇസഡ് വരും. പിന്നെ അവിടെ ആരും കൂടി ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട് അല്ലേ. ഇവിടെ നമ്മളെ കേസിൽ എക്സ് അല്ല, നമ്മളെ കേസിൽ ഇവിടെ ആരാ ഉണ്ടാവുക? എ ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ആരും കൂടി ഉണ്ട്? മൈനസ് എ ബി സി ഉണ്ടല്ലോ. മൈനസ് എ ബി സി എന്ന് പറയുമ്പോൾ എന്താ വരിക? മൈനസ് എ ബി സി എന്ന് പറയുമ്പോൾ ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. ഓക്കെ, അപ്പോൾ സെഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു വൈ ബൈ സെഡ്. ഓക്കെ, അതൊക്കെ ഏകദേശം ആൻസറിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇനി ഇതും പോയി, ഇതും പോയി, ഇതും പോയോ? ഇത് സെഡ് ബൈ ഇയാളും പോയി. ഓക്കെ, പിന്നെ ഇതെന്താ സാധനം? എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ സെഡ് പ്ലസ് സെഡ് ബൈ എക്സ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതെന്താണ്? എ ആണെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? ഇസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് എ ഇൻറ്റു എ സ്ക്വയർ. പിന്നെ ഇവിടെ ബാക്കി ആരാ ഉണ്ടാവുക? ഇസഡ് ബൈ വൈ ഉണ്ട് അല്ലേ. ഇസഡ് ബൈ ഇവിടെ ബാക്കി ആരാ ഉണ്ടാവുന്നത്? ഇസഡ് ബൈ വൈ ഉണ്ട്, പ്ലസ് എക്സ് ബൈ സെഡ് ഉണ്ട്, പ്ലസ് വൈ ബൈ എക്സ് ഉണ്ട്. നോക്കടാ, ഇസഡ് ബൈ വൈ ഇതെന്താ സാധനം? ഇസഡ് ബൈ വൈ, വൈ ബൈ എക്സ്, എക്സ് ബൈ സെഡ്. ഇത് ആരാണ്? ബി അല്ലേ. സെഡ് ബൈ വൈ, എക്സ് ബൈ സെഡ്, വൈ ബൈ എക്സ്, ഇതെല്ലാം ഉണ്ട്. ഇതാളാരാണ്? ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ ബി ആണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം പ്ലസ് എന്ത് വരും?
പ്ലസ് ബി ഇൻറ്റു എ എന്ന് വരും. കാര്യം ഇവിടെ ഓൾറെഡി എ ഉണ്ട്, മാർക്കരുത്, ഇവിടെ എ ഉണ്ട്. ഓക്കെ, കാണുന്നില്ലേ, ഇവിടെ എ ഉണ്ട്. ഓക്കെ, ഇവിടെ എ ഉണ്ട്. കാര്യം നമ്മൾ ആ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ എ വരുമല്ലോ. പിന്നെ ഇവിടെ ആരും ഉണ്ട്, ഇയാളും പോയി, ഇയാളും പോയി. അപ്പോൾ എല്ലാവരും ക്യാൻസലായി പോയി. ഇവിടെ ആരും കൂടി ഉണ്ടാവും, 1 കൂടി ഉണ്ടാവും, -1 എന്നും കൂടി ഉണ്ടാവും. ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടാം, ഈസിക്കൽ ടു a ക്യൂബ് മൈനസ് a ക്യൂബ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി -1. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ്, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ തുടങ്ങിയ എവിടുന്നാണ്, സി ആണ്. ഈ സിക്ക് പകരം എഴുതുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതി പോയത്, ശരിയല്ലേ? ആ രീതിയിൽ എഴുതി പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു ആൻസറിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സിക്ക് പകരമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതും പോയി. അപ്പോൾ സി ഈക്വൽ ടു എന്താ മക്കളെ, AB -1 ആണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, AB - C ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സി ഇങ്ങോട്ട് പോട്ടെ, -1 ഇങ്ങോട്ടേക്കും വരട്ടെ. അപ്പോൾ എന്താ വരിക, AB - C ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എടുത്താൽ 1 തന്നെ വരിക. അപ്പോൾ ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആൻസർ എന്താണ്, 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, വാല്യൂ ഓഫ് AB - C എന്ന് പറഞ്ഞാൽ 1 ആണ്. സംഭവം നമ്മൾ എന്താ ചെയ്തത്, ഒന്നുമില്ല, നമ്മൾ ഇതെന്താന്ന് കണ്ടുപിടിച്ചു. അതെന്ന് പറഞ്ഞാൽ A മൈനസ് എന്താണ്, Z/X ആണ്. അതേപോലെ A മൈനസ്, ഇവിടെ നമ്മൾ C ആയിരുന്നു എഴുതേണ്ടിയിരുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ ഇവിടുത്തെ കേസിലാണെങ്കിൽ y/x പ്ലസ് z/x എന്ന് പറയുമ്പോൾ A - x/y ആണ്. Z/x പ്ലസ് x/y എന്ന് പറയുമ്പോൾ A - y/z ആണ്. പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ എഴുതി പോയി എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മളോട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. Find the number of triples of real numbers ABC such that a raised to 20 plus b raised to 20 plus c raised to 20 is equal to a raised to 24 plus b raised to 24 plus c raised to 24 equal to 1 എന്ന് വരുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 3 നമ്പേഴ്സ്, അതായത് റേസ് ടു 20 ആണ്, അപ്പം ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. ആഡ് ചെയ്താൽ 1 കിട്ടണം. അപ്പം ഇവിടെയുള്ള ഈ എൻ്റെയും ബീൻ്റെയും വിലയ്ക്ക് 1നേക്കാൾ വലിയ ആളായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 1.2 റേസ് ടു 20 ഒക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് എന്തേ കിട്ടുള്ളൂ, 1നേക്കാളും വലിയ വാല്യൂ. 1.2 റേസ് ടു 20 എന്നൊക്കെ പറഞ്ഞാൽ 1നേക്കാളും വലിയ വിലയേ വരുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ A റേസ് ടു 20, B റേസ് ടു 20, C റേസ് ടു 20 ഈ വാല്യൂസ്, ഇതിൻ്റെയൊക്കെ വാല്യൂസ് 1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാര്യം 0ൻ്റെയും 1നേക്കാളും വലുതാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് 1നേക്കാളും വലിയൊരു ഉത്തരമായി പോകും, അത് നമുക്ക് പറ്റില്ല. അപ്പം ആ കാര്യം മനസ്സിലായി. പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. നമ്മൾ A റേസ് ടു 20 ആണോ, A റേസ് ടു 20 ആണോ, A റേസ് ടു 24 ആണോ വലുത്, ആർക്കാ പറയാൻ പറ്റുക? A റേസ് ടു 24 ആയിരിക്കും പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവുക. ഇത് ശരിയാണ്. എപ്പം A റേസ് ടു 24 ആണ് വലുത്, എപ്പം മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റ്, അതായത് മോഡുലസ് ഓഫ്, അതായത് ഉള്ളിലുള്ള ആളുണ്ടല്ലോ, ആ ഉള്ളിലുള്ള ആൾ 1നേക്കാളും വലിയ ആളാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. 1നേക്കാളും വലിയ ആളാണെങ്കിൽ ഈ ഉള്ളിലുള്ള ആൾ ചെറുതാണെന്ന് വിചാരിക്കുക. ഉള്ളിലുള്ള ആൾ ചെറുതാണെന്ന് വിചാരിക്കുക. മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഉള്ളിലുള്ള ആൾ 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്താ വരിക അറിയാം, A റേസ് ടു 20 ആണ് വലുതായിട്ട് വരിക. A റേസ് ടു 20, അതായത് സാധാരണ പവർ കൂടുന്ന സമയത്ത് വലുതാവുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഇൻ്റർവെൽ, അതായത് 1നേക്കാൾ ചെറിയ ഇൻ്റർവെല്ലാണെങ്കിൽ ആ ഒരു ബിഹേവിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുക. അതായത് A റേസ് ടു 20 ആണ്, A റേസ് ടു 20 വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A റേസ് ടു 24 ആയിരിക്കും. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് എപ്പോഴായിരിക്കും ഈക്വൽ ആവുക, ആയിരിക്കും പറയാൻ പറ്റുമോ? എപ്പോഴാണ് A റേസ് ടു 20യും A റേസ് ടു 24ഉം ഈക്വൽ ആവുക? അത് 3 കേസിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഏതൊക്കെയാണ് 3 കേസ് എന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തെ കേസ് A 0 ആയാൽ നടക്കും, 0 റേസ് ടു 20, 0 റേസ് ടു 24 ഈക്വലാണ്. പിന്നെ 1 ആയാൽ നടക്കും. പോസിബിൾ കേസ് ഏതൊക്കെ? 0 നടക്കും, 1 നടക്കും, -1 നടക്കും. ശരിയല്ലേ? A റേസ് ടു 20 ഈക്വൽ ടു A റേസ് ടു 24 ആണെങ്കിൽ 0 നടക്കും, 1 നടക്കും, -1 നടക്കും. അപ്പം 3 കേസേ നമ്മളെ മുന്നിലുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. അതായത് നമുക്ക് കാര്യം മനസ്സിലായി, ഇവിടെ പോസിബിൾ ആയിട്ട് വരണമെങ്കിൽ A റേസ് ടു 20യും A റേസ് ടു 24ഉം ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ 0യും 1 -1 നടക്കുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, A റേസ് ടു 20 പ്ലസ് B റേസ് ടു 20 പ്ലസ് C റേസ് ടു 20 ഈക്വൽ ടു A റേസ് ടു 24 പ്ലസ് B റേസ് ടു 24 പ്ലസ് C റേസ് ടു 24. ഇത് ഈക്വൽ ആയിട്ട് വരണമെങ്കിലും ഈ ഒരു കേസ് വന്നാലേ നടക്കുള്ളൂ. 0, 1, -1 ഇതിൽ ഏതെങ്കിലും 3 കേസിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഈക്വൽ ആയിട്ട് വരുള്ളൂ. ഇത് ഈക്വൽ ആയിട്ട് വരികയും വേണം, വീണ്ടും ലോജിക്ക്, ഇത് 1നോട് ഈക്വൽ ആവുകയും വേണം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് കേസ് ആയിരിക്കും പോസിബിൾ ആവുക? ഇത് കറക്റ്റ് ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡല്ല, നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ട് വരികയും വേണം, ഇത് 1 ഈക്വൽ ആവുകയും വേണം എന്ന് പറയുമ്പോൾ ഒറ്റ കേസേ ഉള്ളൂ. ഒന്നുകിൽ A 1 ആവുന്ന സമയത്ത് ബിയും സിയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ? A 1 ആയിരിക്കുന്ന സമയത്ത് ബിയും സിയും 0 ആയിരിക്കണം. അതായത് ഇങ്ങനെ ഒരു കേസ്, ABC A 1 ആയിരിക്കുക, മറ്റേ രണ്ടാൾക്കാർ 0 ആയിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയും നടക്കൂലടാ, ഇങ്ങനെ നടക്കും, -1 0 0, ഇതും നടക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ 3 കേസുകൾ അവിടെ പോസിബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ A 1 ആവുന്ന സമയത്ത് ഈ രണ്ടാൾക്കാർ എന്തായിട്ട് വരണം? 0 ആയിട്ട് വരണം. അതേപോലെ തന്നെ വേറൊരു കേസ്, എക്ക് മാത്രമാണോ +or-1 ആവാൻ പറ്റുക, ബിക്ക് ആവാൻ പറ്റില്ലേ? അതായത് ഇവിടെ എക്ക് നമ്മൾ പറഞ്ഞു +or-1 ആവാൻ പറ്റും. അത് +1 ഉള്ള കേസ് 1 ആവുന്ന സമയത്ത് മറ്റേ രണ്ടാൾക്കാർ എന്തായാൽ മതി? 0 ആയാൽ മതി. അതേപോലെ ബിക്കും ഇതേപോലെ നടക്കാൻ പറ്റും. അതായത് ABC അതിൽ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ആൾ 0, മറ്റേ ആൾ 1 0, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല, 0 -1 0. അപ്പോൾ ABC മറ്റേതും കിട്ടി. ഇനി അടുത്ത് സിക്കും ഇതേപോലെ നടക്കൂലേ? ABC എന്താ വരണ? 0 0 1, അല്ലെങ്കിൽ 0 0 -1. അതായത് ഇത്ര മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇവിടെ 1 0 0 വന്നാൽ നടക്കും. അതേപോലെ തന്നെ ഇവിടെ 0 1 0 വന്നാലും നടക്കും. കാര്യം ഇത് ഈക്വൽ ടു 1 ആയിട്ട് വരും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഇവിടെ 0 0, ഇവിടെ 0, ഇവിടെ 1, അങ്ങനെ വന്നാലും നടക്കും. അപ്പോൾ 3 കേസ്, ലൈക്ക് ഇവിടെ 2 കേസ്, ഇവിടെ 2 കേസ്, ഇവിടെ 2 കേസ്, ഈ 6 കേസുകൾ മാത്രമേ അവിടെ പോസിബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര കേസസ് ആണ് പോസിബിൾ ആയിട്ട് വരിക? 6 കേസസ് ആണ്. ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ആൻസർ 6 എന്നുള്ളതാണ് എൻ്റെ ആൻസർ. അപ്പോൾ 6 ട്രിപ്ലെറ്റ്സ് ആണ് നമുക്ക് അവിടെ പോസിബിൾ ആയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റഗ്രൽ വാല്യൂസ് ഓഫ് P ഫോർ വിച്ച് ദർ എക്സിസ്റ്റ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ABC വിത്ത് സാറ്റിസ്ഫൈഡ് A² ഈക്വൽ ടു. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ABC ആയിരിക്കണം, അത് എന്തും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം? ഈ താഴത്ത് തന്നിട്ടുള്ള ഇക്വേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എത്ര വാല്യൂസ് ഓഫ് P അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം ജസ്റ്റ് ഡയറക്റ്റ് പോയിട്ട് തുടങ്ങുന്നതിന് പകരം ഞാൻ ആ ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ നോക്കുകയാണ്. A² പ്ലസ്, ഞാൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പം P² B² പ്ലസ് 9B² പ്ലസ് 9C² മൈനസ് 6AB മൈനസ് 6PBC ഈക്വൽ ടു 0. ഓക്കെ, എടാ ഇതിലേക്ക് നോക്കിയേ, വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നോക്കിയേ. അതായത് ഇവിടെ ഒരു സംഭവമുണ്ട്, A² 9B² 6AB അല്ലേ? അത് കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതൊന്ന് ഒരുമിച്ച് എഴുതി കൂടെ, A² പ്ലസ് 9B² മൈനസ് 6AB എന്ന് എഴുതാം. ഇത് 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 പിന്നെ ബാക്കിയുള്ള ആളാരാണ്? P² B² പ്ലസ് 9C² മൈനസ് 6PBC ഈക്വൽ ടു 0. എടാ എന്താ സംഭവം? ഇതെന്താണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. A മൈനസ് എന്താണ്? 3B² ആണ്. അതായത് A-B² എക്സ്പാൻഷനാണ് അവിടെ തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴോ 9B മൈനസ് 3C² ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് 2 നമ്പേഴ്സിൻ്റെ സ്ക്വയർ 0 ആണ്. 2 നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ മക്കളെ, വീണ്ടും ലോജിക്ക്. അതായത് ഇയാളും 0 ആയിരിക്കണം, ഇയാളും 0 ആയിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ, ശരിയല്ലേ? അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടെ ആൻസർ എന്തായിട്ട് വരുള്ളൂ? 0 ആയിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം A മൈനസ് 3B ഈക്വൽ ടു 0 ആണെങ്കിൽ അതായത് ഈ ആദ്യത്തെ ആളും 0 ആയിരിക്കണം, ആൻഡ് രണ്ടാമത്തെ ആൾ PB മൈനസ് 3Cയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആ ഒറ്റ കേസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എന്ത് പറയാൻ പറ്റും? A ഈസ് ഈക്വൽ, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 3B എന്ന് എഴുതാൻ പറ്റും. A അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 3B എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഇവിടെ അത് അപ്പുറത്തേക്ക് പോകുമ്പോഴോ PB ഈക്വൽ ടു 3C എന്ന് എഴുതാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. PB ഈക്വൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3C എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കേസ് എന്താണ്? ഇത് ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? Aയും Bയും Cയും. ഇവിടുത്തെ കേസിൽ എന്താണ്? ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടി എഴുതാം. ഇത് സിംപ്ലൈസ് ഈ C ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ കാണുന്നുണ്ടാവില്ല അല്ലേ? അപ്പുറത്തെ പേജിലേക്ക് എഴുതാം. ഇവിടെ PB നമുക്ക് എന്തൊക്കെ കിട്ടി? A ഈസ് ഈക്വൽ ടു 3B കിട്ടി, പിന്നെ PB ഈക്വൽ ടു 3C എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? C ഈസ് ഈക്വൽ ടു PB/3 എന്ന് പറയാൻ പറ്റുമല്ലേ? അത് ജസ്റ്റ് ഡിവിഷൻ.
ഇനി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ABC എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെന്തോ സംഭവമുണ്ട്. അത് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് സൈഡ്സ് ആഡ് ചെയ്താൽ രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സം ഉണ്ടല്ലോ, ആ സം എന്തായാലും മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ABC, അത് രണ്ട് സൈഡ്സിൻ്റെ സം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. അതാണ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി പറയുന്നത്. ഇതങ്ങനെ ഏത് രണ്ട് സൈഡ് എടുത്താലും ഇത് ബാധകമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? A+B ഈസ് ഗ്രേറ്റർ ദാൻ C എന്ന് പറയാൻ പറ്റും. കുഴപ്പമില്ല, രണ്ട് സൈഡ്സിൻ്റെ സം. ഇനിയിപ്പോൾ വേറൊരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, B+C ഈസ് ഗ്രേറ്റർ ദാൻ A എന്ന് പറയാൻ പറ്റും. ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റും. ഇനി വേറൊരാൾക്ക് തോന്നുകയാണ് A+C ഈസ് ഗ്രേറ്റർ ദാൻ B, അങ്ങനെയും പറയാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളുടെ കണ്ടീഷൻസ് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ A+B ഗ്രേറ്റർ ദാൻ C എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 3B + B ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, PB/3 ആണ്. ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഈ എയും ബിയും സിയും ഒക്കെ എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പം ബി അല്ലാത്തതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിന്നൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഇവിടെ ക്യാൻസൽ ചെയ്താൽ ആരും ഉണ്ടാവില്ലായിരിക്കരുത്, ഇവിടെ 1 ഉണ്ടാവും ക്യാൻസൽ ചെയ്താൽ. അപ്പോൾ 3 + 1 4 ആണ് ഇവിടെ ഉണ്ടാവുക. 4 ഈസ് ഗ്രേറ്റർ ദാൻ P/3, അല്ലെങ്കിൽ ഈ 3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് വരും, 12 ആയിട്ട് മാറും, അല്ലെങ്കിൽ P ഈസ് ലെസ് ദാൻ 12. ആദ്യത്തെ കണ്ടീഷൻ കിട്ടി. ഇനി ഇതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, B+C ഈസ് ഗ്രേറ്റർ ദാൻ A. B+C ഈസ് ഗ്രേറ്റർ ദാൻ A. അപ്പോൾ ഞാനിവിടെ B+C എന്ന് പറയുമ്പോൾ എന്താണ്, PB/3 ഗ്രേറ്റർ ദാൻ A എന്ന് പറയുമ്പോൾ എന്താണ്, 3B. ഇതിൽ നമ്മൾ ബി ക്യാൻസൽ ചെയ്ത്, കാരണം ബി എന്താണ്, പോസിറ്റീവ് നമ്പറാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അവിടെ ആരുണ്ടാവുക, 1 + P/3 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ എന്താ ഇവിടെ വരിക, P/3 ഈസ് ഗ്രേറ്റർ ദാൻ, ഈ 1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് വരും, 3 - 1 2 ആയിട്ട് വരും, ഒറ്റ സ്റ്റെപ്പ്. ഇപ്പോൾ P ഈസ് ഗ്രേറ്റർ ദാൻ 6 എന്ന് വരും. രണ്ടാമത്തെ കണ്ടീഷനും കിട്ടി. ഈ മൂന്നാമത്തെ നോക്കാം. അപ്പോൾ A+C ഈസ് ഗ്രേറ്റർ ദാൻ B എന്നാണ് പറഞ്ഞിട്ടുള്ളത്. A+C എന്ന് പറയുന്ന സമയത്ത് A എന്ന് പറഞ്ഞാൽ എന്താണ്, 3B. C എന്ന് പറയുമ്പോൾ എന്താണ്, PB/3. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, B. അപ്പോൾ ഈ ബിയും ഒക്കെ എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ആരാണ്ടാവുക, 3 + P/3 ഈസ് ഗ്രേറ്റർ ദാൻ 1, അല്ലെങ്കിൽ P/3 ഈസ് ഗ്രേറ്റർ, ഈ 3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 1 - 3 എന്നാ വരിക, -2, അല്ലെങ്കിൽ എന്ത് വരും, P ഈസ് ഗ്രേറ്റർ ദാൻ -6. രണ്ട് ഭാഗത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. P എന്തായിരിക്കണം, 12നേക്കാൾ ചെറുതായിരിക്കണം, 6നേക്കാൾ വലുതായിരിക്കണം, അതേപോലെ -6നേക്കാളും എന്തായിരിക്കണം, വലുതായിരിക്കണം. അപ്പോൾ ഈ മൂന്നും കൂടിയും എവിടെയാണ് കോമൺ ആയിട്ട് സംഭവിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നോക്കേണ്ടത്. മൂന്നും കൂടിയും സാറ്റിസ്ഫൈഡ് ആവുന്നൊരു പ്ലേസ് വളരെ ഈസിയാണ്. 6നേക്കാളും വലുതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6നേക്കാളും വലുതായിരിക്കണം, -6നേക്കാളും വലുതായിരിക്കണം. അപ്പോൾ രണ്ടും കൂടിയും കോമൺ ആയിട്ട് സംഭവിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് എന്തായിരിക്കണം, 6നേക്കാളും വലുതായിരിക്കണം. 6നേക്കാളും വലുതായിരിക്കണം എന്ന് പറയുമ്പോൾ 7, 8, 9, 10, 11, 12 എഴുതാൻ പറ്റൂല. കാരണം എന്താണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിലല്ല നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയിട്ടുള്ളത്, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം മോനെ മക്കളെ, ഇവിടെ ഈ 6നേക്കാളും വലുതായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ 7, 8, 9 എന്നുള്ള രീതിയിൽ പോയത്. പക്ഷേ 12നേക്കാളും എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അപ്പോൾ അത്രയും വാല്യൂസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്തോണ്ടുള്ളൂ, എഴുതേണ്ട കാര്യമുള്ളൂ. ഈ വാല്യൂസ് ഈ ഇൻ്റർവെല്ലിലും ഓക്കെയാണ്, ഈ ഇൻ്റർവെല്ലിലും ഈ 4 ഇൻ്റർവെല്ലിലും ഇതെന്താണ്, ഓക്കെയാണ്. 3 ഇൻ്റർവെല്ലിലും ഓക്കെയാണ്. 3 ഇൻ്റർവെല്ലിലും ഓക്കെ ആയിട്ടുള്ള എത്ര വാല്യൂസ് ഉള്ളത്, 1, 2, 3, 4, 5 ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റഗ്രൽ വാല്യൂസ് ആണ്. എത്ര വാല്യൂസ് ആണ് കിട്ടുക, 5 വാല്യൂസ് ആണ് കിട്ടുക. ഇതിന് ആൻസർ എന്താണ്, 5 ആണ് ആൻസർ. ഓക്കെ.